Hi friends, welcome to FRK Tech PSC. ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തത് ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ കേരള വാട്ടർ അതോറിറ്റിയുടെ ഓവർസിയർ ഡ്രാഫ്റ്റ്സ്മാൻ എക്സാമിനേഷനിൽ PSC ചോദിക്കുന്ന സിവിൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തത്. ഇതിന് മുന്നത്തെ രണ്ട് സെഷൻ, അതായത് സെഷൻ 10ഉം സെഷൻ 9ഉം ഒക്കെ സിവിൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസ് തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ കറക്റ്റായിട്ട് നോട്ട് ചെയ്തിട്ട് പോകണം. ഞാൻ പറയുന്ന ഇൻഫോർമേഷൻസും കൂടെ അതിൽ നിങ്ങൾ നോട്ട് ചെയ്ത് പോകണം. കാരണം ആ തൊട്ട് മുന്നത്തെ വീഡിയോസിലുള്ള ഇമേജസും കാര്യങ്ങളും ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. അതായത് ഐഡൻറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റൻസ് വരുമ്പോൾ ഞാൻ റിപ്പീറ്റ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ മുന്നത്തെ വീഡിയോസിൽ ആ കറക്റ്റായിട്ടുള്ള സാധനങ്ങൾ വന്നിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് മുന്നത്തെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ ദയവായിട്ട് അതൊന്ന് കാണുക, കണ്ടിട്ട് ആ ഒരു സീരിയസ് ആയിട്ട് തന്നെ പഠിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ടെലിസ്കോപ്പിക് ലെവലിംഗ് സ്റ്റാഫ് 0.005, 0.005 meter, 0.001, 0.005 mm. ടെലിസ്കോപ്പിക് ലെവലിംഗ് സ്റ്റാഫിൻ്റെ ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? 0.005 മീറ്റർ ആണ് കേട്ടോ. ഓക്കെ, അതായത് 5 mm ആണ് ടെലിസ്കോപ്പിക് ലെവലിംഗ് സ്റ്റാഫിൻ്റെ ലീസ്റ്റ് കൗണ്ട്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത് 5 mm ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ഒരു ടെലിസ്കോപ്പിക് ലെവലിംഗ് സ്റ്റാഫ്. അതായത് നമുക്ക് ഇൻസേർട്ട് ചെയ്തതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ പോകാം. നമ്മൾ ടെലിസ്കോപ്പൊക്കെ നമ്മൾ ചെയ്യില്ല, നമുക്ക് പ്ലാനറ്റ്സിനെ കാണാൻ ടെലിസ്കോപ്പ് അതിനുള്ളിൽ ഇങ്ങനെ വലിച്ച് നമുക്ക് ഇങ്ങനെ വലുതാക്കും. അതേപോലെ അതുകൊണ്ടാണ് ആ ഒരു പേര് വന്നത്, ടെലിസ്കോപ്പിക് എന്നുള്ളത്. ഇപ്പോൾ ലെവലിംഗ് സ്റ്റാഫിൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ വലിച്ച് നമുക്ക് മുകളിലേക്ക് കുറച്ച് ഹൈറ്റിലേക്ക് ഈ ഒരു ലെവലിംഗ് സ്റ്റാഫ് കൊണ്ടുപോകാൻ കഴിയും. അപ്പോൾ അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് എന്ന് പറയുന്നത് 5 mm ആണ്, അല്ലെങ്കിൽ 0.005 മീറ്റർ. ഓക്കെ, മീറ്റർ, mm, സെൻറ്റിമീറ്റർ റിലേഷൻസ് പഠിക്കുക. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓപ്ഷൻസ് വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവാതിരിക്കാൻ ആ ഒരു യൂണിറ്റ് കൺവേർഷൻ ആണ് കേട്ടോ. മീറ്റർ, സെൻറ്റിമീറ്റർ, മില്ലിമീറ്റർ, അതുപോലെ ഫീറ്റ്, ഇഞ്ച്, ഈ കാര്യങ്ങളൊക്കെ ഒക്കെ ബേസിക് ആണ്. അടുത്തത്, ഇൻ ഹൈഡ്രോ പവർ പ്ലാന്റ് ദ പൈപ്പ് ക്യാരിങ് വാട്ടർ ഫ്രം ദ റിസർവോയർ ടു ദ ടർബൈൻ, സക്ഷൻ പൈപ്പ്, പെൻസ്റ്റോക്ക്, ഡ്രാഫ്റ്റ് ട്യൂബ്, ടർബൈൻ. ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റിൽ റിസർവോയറിൽ നിന്നും ടർബൈനിലേക്ക് വെള്ളം എത്തിക്കുന്ന പൈപ്പിന് പറയുന്ന പേര് എന്താണ് നമുക്കറിയാലേ? എന്താ? പെൻസ്റ്റോക്ക്. അപ്പോൾ അതിൻ്റെ ഒരു ഫിഗർ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് റിസർവോയറിൽ നിന്നും വെള്ളം കണ്ടോ, ഇത് ഈ പെൻസ്റ്റോക്ക് വഴി ഇങ്ങനെ വന്നിട്ടാണ് ഈ ടർബൈനെ തിരിക്കുന്നത്. ഈ ടർബൈൻ തിരിയുമ്പോഴാണ് ജനറേറ്റർ തിരിയുന്നതും ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നത്. പിന്നെ അത് ടെയിൽ റേസിലേക്ക് ആ വെള്ളം പോയി പോകും. ഓക്കെ, അപ്പോൾ ആ ഒരു റിസർവോയറിൽ നിന്നും വെള്ളം ടർബൈനിൽ എത്തിക്കുന്ന ആ ഒരു പൈപ്പിന് പറയുന്ന പേരാണ് പെൻസ്റ്റോക്ക്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, when soundness test is conducted, the expansion of cement should not be greater than 20 mm, 20 dm, 10 mm, 10 dm. mm എന്ന് പറഞ്ഞാൽ മില്ലിമീറ്റർ, dm എന്ന് പറഞ്ഞാൽ ഡെസിമീറ്റർ. അതിൽ കറക്റ്റ് ആൻസർ വന്നത് 10 mm ആണ്. ഓക്കെ, അതൊരു സൗണ്ട്നെസ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അത് കണ്ടക്ട് ചെയ്യുമ്പോൾ സിമെൻറ്റിൻ്റെ എക്സ്പാൻഷൻ 10 mm കൂടുതലാവാൻ പാടില്ല. 10 mm കൂടുതലാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്ത് പോകും. ഓക്കെ, ആ ഒരു സിമെൻറ്റിൻ്റെ മോട്ടർ അത് റിജക്റ്റ് ചെയ്ത് പോകും. അപ്പോൾ നമുക്ക് ആ ടെസ്റ്റ് ജസ്റ്റ് ഒന്ന് നോക്കി നോക്കാം എന്നുള്ളത്. സൗണ്ട്നെസ് ഓഫ് സിമെൻറ്റ് മേ ബി ഡിറ്റർമിൻ ബൈ 2 മെത്തേഡ്, നെയിംലി ലീ ഷാറ്റ്ലിയർ മെത്തേഡ് ആൻഡ് ഓട്ടോക്ലേവ് മെത്തേഡ്. ഇൻ ദ സൗണ്ട്നെസ് ടെസ്റ്റ് എ സ്പെസിമെൻ, ശ്രദ്ധിക്കുക, എ സ്പെസിമെൻ ഓഫ് ഹാർഡൻഡ് സിമെൻറ്റ്, ഹാർഡൻ ചെയ്ത് വെച്ച സിമെൻറ്റിൻ്റെ പേസ്റ്റ് ഇസ് ബോയിൽഡ് ഫോർ എ ഫിക്സഡ് ടൈം. അപ്പോൾ നമ്മൾ ഹാർഡൻ ചെയ്തൊരു സിമെൻറ്റ് കുറച്ച് നേരത്തേക്ക് ചൂടാക്കുമ്പോൾ അത് എക്സ്പാൻഡ് ആവാനുള്ള ടെൻഡൻസി ഉണ്ടാവും. ആ എക്സ്പാൻഷൻ 10 mm മുകളിലേക്ക് പോകാൻ പാടില്ല, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സൗണ്ട്നെസ് എന്നാൽ എന്താണ്, അതുകൂടെ നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. സൗണ്ട്നെസ് എന്നാൽ മീൻസ് ദി എബിലിറ്റി ടു റെസിസ്റ്റ് വോളിയം എക്സ്പാൻഡിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടിക്കാണ് നമ്മൾ എന്ത് പറയുന്നത്, സൗണ്ട്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ലീ ഷാറ്റ്ലിയർ അപ്പാരറ്റസ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു സ്പ്ലിറ്റ് സിലിണ്ടർ, 30 mm ഡയമീറ്ററും ഹൈറ്റ് 30 mm ഉള്ള ഒരു സിലിണ്ടറിലേക്ക് നമ്മൾ എന്താക്കും, സിമെൻറ്റിൻ്റെ പേസ്റ്റ് വെച്ചിട്ട് ഹാർഡൻ സിമെൻറ്റ് നമുക്ക് ഇതിനുള്ളിലേക്ക് ഇറക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഗ്ലാസ് പ്ലേറ്റ് കൊണ്ട് അത് മൂടി വെക്കും. എന്നിട്ട് നമ്മളൊരു കില്ലിന് വെക്കും, അല്ലെങ്കിൽ ഒരു ഫർണസിൽ വെച്ചിട്ട് നമ്മൾ ചൂടാക്കി കഴിഞ്ഞാൽ ഇവിടെ ഇതൊരു സ്പ്ലിറ്റ് സിലിണ്ടർ. ആ സ്പ്ലിറ്റ് സിലിണ്ടറിന് 2 സൈഡിലും എന്തുണ്ട്, ആംസ് ഉണ്ട്. അപ്പോൾ ഈ ആംസ്, അത് ഈ ഒരു സ്പ്ലിറ്റ് സിലിണ്ടർ എക്സ്പാൻഡ് ആവുകയാണെങ്കിൽ ഈ ആംസും കൂടെ എക്സ്പാൻഡ് ആവും. സോ ഈ ഒരു എക്സ്പാൻഷൻ, ഈ ലെങ്ത് ഓഫ് എക്സ്പാൻഷൻ ആണ് ഇവിടെ കാണിച്ചത്. ഈ ലെങ്ത് ഓഫ് എക്സ്പാൻഷൻ 10 mm മുകളിലേക്ക് പോകാൻ പാടില്ല. അതാണ് അത് ടെസ്റ്റ് എന്ന് പറയുന്നത്. ആ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് റിജക്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ,
The operation establishing intermediate points in survey line with end points is called running survey, chaining, ranging, offsetting. Okay, operation of establishing intermediate points in survey line. Survey line intermediate points എസ്റ്റാബ്ലിഷ് ചെയ്യുക, അത് കൊണ്ടുവയ്ക്കുക എന്നുള്ളത് ആ ഒരു ഓപ്പറേഷന് പറയുന്ന പേരാണ് എന്ത്? റേഞ്ചിങ്. ഓക്കെ, റേഞ്ചിങ്. അപ്പോൾ അതിൻ്റെ ഫിഗർ ഇവിടെ ഉണ്ട്. ഇതാണ് റേഞ്ചിങ്. ഇപ്പോൾ നമുക്കൊരു സർവേ ലൈൻ വെക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ ഉള്ളിൽ റോഡ് 1, റോഡ് 3, റോഡ് 4, റോഡ് 2 അങ്ങനെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് നമ്മളിങ്ങനെ പോയിന്റ്സ് എസ്റ്റാബ്ലിഷ് ചെയ്യും. അതിനാണ് നമ്മൾ റേഞ്ചിങ് എന്ന് പറഞ്ഞാൽ. അതിന് നമ്മൾ കൊടുക്കുന്ന റോഡാണ് റേഞ്ചിങ് റോഡ്. ഓക്കെ, അപ്പോൾ ഈ റോഡ് 1, റോഡ് 2 ആയിരിക്കും സർവേ ലൈൻസിൻ്റെ എൻഡ് പോയിന്റ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഇടയിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വെക്കുന്നതാണ് റോഡ് 3, റോഡ് 4. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഞ്ചിങ് എന്ന് പറയുന്നത്. അടുത്തത്, ഇൻ എ 20 meter മെട്രിക് ചെയിൻ ദ നമ്പർ ഓഫ് ലിങ്ക്സ് 200, 100, 50, 250. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് 100 ആണ്. നമ്മൾ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോയിൽ ചെയിൻസിനെ കുറിച്ച് കൃത്യമായിട്ട് പഠിച്ചിരുന്നു. അതിൽ 20 meter മെട്രിക് ചെയിൻ ഉണ്ട്, റവന്യൂ ചെയിൻ, എഞ്ചിനീയർസ് ചെയിൻ ഒക്കെ ഞാൻ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഇമേജ് സഹിതം ഞാൻ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട് 20 meter മെട്രിക് ചെയിനിൽ നമ്പർ ഓഫ് ലിങ്ക്സ് എത്രയാണ്? 100 ആണ്. ഓക്കെ, ഓരോ ലിങ്കും 20 centimeter ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ തന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇതാണ് 20 meter ചെയിൻ. അപ്പോൾ ഇത് നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. A 20 meter chain has 100 links of 20 centimeter each and a 30 meter chain has 150 links of 20 centimeter each. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ മീറ്റർ ചെയിനെ കുറിച്ച് മാത്രമേ പറഞ്ഞുള്ളൂ. തൊട്ട മുന്നത്തെ വീഡിയോസിൽ ഗണ്ടേഴ്സ് ചെയിൻ ഉണ്ട്, എഞ്ചിനീയേഴ്സ് ചെയിൻ ഉണ്ട്, അതുപോലെ റവന്യൂ ചെയിനൊക്കെ പറ്റി പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ആ വീഡിയോയും കൂടെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ആ നോട്ട്സ് ഒന്ന് ഫുള്ളാവും. അടുത്തത്, ടു ഡെവലപ്പ് ദ ഫേസ് ലാബ് വിച്ച് ഇസ് ക്ലോസർ used next to the coin header. King closer, queen closer, coin closer, coin bat. ഏതാണ് വെക്കുക? കോൺ ഹെഡറിൻ്റെ അടുത്ത് ആ ഒരു ഫേസ് ലാപ്പ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കോൺ ഹെഡറിൻ്റെ അടുത്ത് നമ്മൾ എന്താ കൊണ്ടുവെക്കുക? ക്വീൻ ക്ലോസറാണ് വെക്കുക. അപ്പോൾ ഫേസ് ലാപ്പ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കണ്ടോ, ഇപ്പോൾ നമ്മളൊരു ബ്രിക്ക് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വെക്കുന്നതാണ് കോൺ ഹെഡർ. കോൺ ഹെഡർ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കോൺ ഹെഡർ കേട്ടോ. ക്യോൺ ഹെഡർ വെച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇവിടെ ഈ ഒരു കർസറിൻ്റെ ഭാഗം ശ്രദ്ധിച്ചാൽ മതി. ഇവിടെ ഒരു ക്യോൺ ഹെഡർ വെച്ചിട്ട് നെക്സ്റ്റ് ഒരു ഹെഡർ വെക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഗ്യാപ്പ് ഒരുമിച്ചായിപ്പോൾ അല്ലേ? കണ്ടോ, ഇപ്പോൾ ഇവിടെ ഈ ക്യോൺ ഹെഡറിൻ്റെ അടുത്ത് തന്നെ രണ്ടാമത്തെ ക്യോൺ ഹെഡർ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ എന്താവും? ഇവിടെ വരുന്ന ഈ ഗ്യാപ്പ് ഒരേ ലൈനിലായി പോകും. അപ്പം അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടി എന്താക്കും? ഒരു ലാപ്പ് വെക്കും. അതാണ് ഫേസ് ലാപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഫേസ് ലാപ്പ് ഡെവലപ്പ് ചെയ്താലുള്ള ഈ ഒരു ബോണ്ട് സ്ട്രെങ്ത് ആവുള്ളൂ. ഈ ഗ്യാപ്പ് ഇങ്ങനെ ഫുള്ളായിട്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു ബോണ്ട് സ്ട്രെങ്ത് ഉണ്ടാവില്ല. അതുകൊണ്ട് നമ്മൾ എന്താക്കും? ഒരു ഫേസ് ലാപ്പ് ഡെവലപ്പ് ചെയ്യുക. ആ ഫേസ് ലാപ്പ് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ വെക്കുന്നത് എന്താണ്? കണ്ടോ, അവിടെ ക്വീൻ ക്ലോസേഴ്സ് ആണ് വെക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ക്യോൺ ഹെഡറിൻ്റെ തൊട്ടടുത്ത് ക്വീൻ ക്ലോസർ വെക്കും, പിന്നെ ഹെഡർ കോഴ്സ് അങ്ങനെ പോകും. അപ്പോൾ ഒരു ഫേസ് ലാപ്പ് ഇങ്ങനെ കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ അതിനാണ് ഫേസ് ലാപ്പ് എന്ന് പറയുന്നത്. അടുത്തത്, ദ ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ് ഫ്രം ദി സർവേ ലൈൻ, ചെയിനേജ്, ലാറ്ററൽ മെഷർമെൻറ്റ്, സ്കെയിൽ റീഡിങ്, ഓഫ്സെറ്റ്. കുറച്ച് ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ അല്ലേ? സർവേ ലൈനിൽ നിന്നും ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസിൻ്റെ പറയുന്ന പേരാണ് എന്ത്? ഓഫ്സെറ്റ്. നമ്മൾ ഇതിൻ്റെ മുന്നത്തെ വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓഫ്സെറ്റിനെ പറ്റിയിട്ട്. അപ്പോൾ അത് ഇന്നും കൂടെ ഒരു ഫിഗർ കാണിക്കുകയാണ്. ഇതാണ് ബിൽഡിങ്ങിൻ്റെ ഓരോ പോയിന്റിൽ നിന്നും ഒരു നിശ്ചിത വോളിലേക്ക്, ഒരു മതിലിൻ്റെ മുകളിലേക്ക് അല്ലെങ്കിൽ ഒരു ചുമരിൻ്റെ മുകളിലേക്കുള്ള ഡിസ്റ്റൻസ്, അതിനാണ് നമ്മളെന്ന് പറയുന്നത് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു നിശ്ചിത ഒബ്ജക്റ്റിലേക്കുള്ള ദൂരം, അതാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ഓഫ്സെറ്റ് ഉണ്ടോ, ഒബ്ലിക് ഓഫ്സെറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ ഇവിടെ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞാൽ ആ ദൂരാണ്. അടുത്തത്, ദ സിസ്റ്റം ഓഫ് കളക്ടിങ് ആൻഡ് ക്യാരിങ് സ്വീവേജ് ത്രൂ സ്യൂവേഴ്സ്. അതിൻ്റെ ഓപ്ഷൻസ് സ്യൂവേജ്, സൺലൈറ്റ്, സ്യൂവറേജ്, സ്വീവർ. അതിൻ്റെ കറക്റ്റ് ആൻസർ വരുന്നത് സ്യൂവറേജ് ആണ്. അപ്പോൾ സ്യൂവറേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം. സ്യൂവറേജ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റമാണ് ഓഫ് കളക്ടിങ് ആൻഡ് ക്യാരിങ് സ്വീവേജ് ത്രൂ സ്യൂവേഴ്സ്. ഇപ്പോൾ സ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോട്ട് ചെയ്യുക, അതൊരു അഴുക്ക് ചാലാണ്. ഓക്കെ, സ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ അഴുക്ക് ചാലാണ്. സ്യൂവേജ് എന്ന് പറഞ്ഞാൽ മാറ്റർ, ഓക്കെ, വേസ്റ്റ് മാറ്ററാണ്. എന്താണോ നമ്മൾ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതാണ് സ്യൂവേജ്.
സ്യൂവേഴ്സ് എന്ന് പറഞ്ഞാൽ അഴുക്ക് ചാല്, ഇതാണ് സ്യൂവർ ഡ്രെയിൻസ് ആൻഡ് പൈപ്സ്. കണ്ടോ? അപ്പോൾ നിങ്ങൾ നോട്ടിൽ കൃത്യമായിട്ട് നിങ്ങൾ അറിയുന്ന ഭാഷ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സ്വീവേജ് എന്ന് പറഞ്ഞാൽ അഴുക്കാണ്, സ്യൂവർ എന്ന് പറഞ്ഞാൽ ആ അഴുക്ക് പോണ ചാല്, അഴുക്ക് ചാലാണ്. സ്വീവറേജ് എന്ന് പറഞ്ഞാൽ ഈ അഴുക്ക് ചാലുകളെ ബന്ധിപ്പിക്കുന്ന ഒരു നെറ്റ്വർക്ക്, റെഫേഴ്സ് ടു ദ ഫിസിക്കൽ ഫെസിലിറ്റീസ്, എക്സാമ്പിൾ പൈപ്സ്, ലിഫ്റ്റ് സ്റ്റേഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ്. ഓക്കെ, എല്ലാം അടങ്ങുന്ന ഒരു നെറ്റ്വർക്കാണ് സ്വീവറേജ് എന്ന് പറഞ്ഞാൽ. ഇനി സള്ളേജ് എന്ന് പറഞ്ഞാലോ, സള്ളേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വേസ്റ്റ് വാട്ടർ ഫ്രം ഹൗസ് ഹോൾഡ് സിങ്സ്, ഷവേഴ്സ് ആൻഡ് ബാത്ത്സ്, ബട്ട് നോട്ട് വേസ്റ്റ് ലിക്വിഡ് ഓർ എക്സ്ക്രീറ്റ ഫ്രം ടോയ്ലറ്റ്സ്. ഓക്കെ, ഇപ്പോൾ ടോയ്ലറ്റ്സുള്ള എക്സ്ക്രീറ്റ്സ് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ ഒരു സിങ്സിനും ഷവേഴ്സും കിട്ടുന്ന വേസ്റ്റ് വാട്ടർ, ഓക്കെ, ജസ്റ്റ് വാട്ടർ മാത്രം, അതിനാണ് നമ്മൾ സള്ളേജ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തത്, the term which is measured as a vertical distance between crown and dip of a trap, crust width, water seal, dip width, depth of water. അതിൻ്റെ ആൻസർ വരുന്നത് വാട്ടർ സീലാണ്. അപ്പോൾ നമുക്ക് ആ ഫിഗർ ഒന്ന് നോക്കാം. ഫിഗർ നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുന്നേ പി ട്രാപ്പിനൊക്കെ പറ്റിയിട്ട് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിരുന്നത്, ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പി ട്രാപ്പ് എന്താണ്, എസ് ട്രാപ്പ് എന്താണെന്ന് അന്ന് ഞാൻ ഇമേജ് കാണിച്ചു തന്നിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു വാഷ് ബേസിൻ്റെ ചോട്ടിൽ വരുന്ന സംഗതിയാണ് ഇതൊക്കെ. ഓക്കെ, ഇപ്പോൾ ക്ലോസറ്റിലാണെങ്കിലൊക്കെ വരുന്ന ഒരു സംഗതിയാണിത്. അപ്പോൾ ഇതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ഓർമ്മ ഉണ്ടോ? അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പി ട്രാപ്പ് എസ് ട്രാപ്പ് എന്നൊക്കെ പറഞ്ഞാൽ പുറത്തുനിന്നുള്ള വെള്ളത്തിൻ്റെ ദുർഗന്ധം ഉള്ളോട്ടേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളൊരു സംവിധാനം. അപ്പോൾ ഒരു സംവിധാനം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എപ്പോഴും വെള്ളം ഉണ്ടാവും അല്ലേ. അപ്പോൾ പുറത്തുനിന്നുള്ള ദുർഗന്ധം ഈ വെള്ളത്തിൽ തങ്ങി അവിടെ തന്നെ നിൽക്കും, നമ്മൾ ഉള്ളോട്ടേക്ക് എടുക്കൂല. ഓക്കെ, അതിനാണ് ഈ ട്രാപ്പുകൾ. അപ്പോൾ ഈ ട്രാപ്പുകളിൽ വെള്ളം നിൽക്കുമ്പോൾ ആ വെള്ളത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ ലെവലാണ് ക്രൗൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ക്രൗൺ. വെള്ളത്തിന് ഏറ്റവും മുകളിലുള്ള ഭാഗമാണ് ക്രൗണ്, ഏറ്റവും താഴെയുള്ള ഭാഗമാണ് ഡിപ്പ്. ഏറ്റവും താഴെയുള്ള ഭാഗം എന്നല്ല, തൊട്ട് താഴെയുള്ള ഭാഗത്തിനാണ് നമ്മൾ ഡിപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ടേണിങ്ങിൽ വരുന്ന വാട്ടർ ലെവൽ, അതിൻ്റെ ഡിഫറൻസ് ആണ് വാട്ടർ സീൽ. ഓക്കെ, ഇതാണ് വാട്ടർ സീൽ. ഇവിടെ കാണുന്നില്ല, രണ്ട് ട്രാപ്പിലും വാട്ടർ സീൽ കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തത്, ഇൻ വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡ്, ബൈൻഡിങ് മെറ്റീരിയൽ ടു ഹോൾഡ് സ്റ്റോൺ ഇസ് സിമെൻറ്റ്, സാൻഡ്, ബിത്തുമൻ, റെഡ് എർത്ത്. അതിൻ്റെ ആൻസർ വരുന്നത് റെഡ് എർത്ത് ആണ്. ഇപ്പോൾ വാട്ടർ ബൗണ്ട് മെക്കാഡം റോഡ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. കണ്ടോ? അപ്പോൾ നമുക്കൊരു ബ്രിക്ക് എഡ്ജിങ് നമ്മൾ കൊടുത്തതിന് ശേഷം സ്റ്റോൺ ലേ ചെയ്ത് ഫില്ലർ മെറ്റീരിയൽ ലേ ചെയ്യുക, അതിനാണ് നമ്മൾ ഇവിടെ റെഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സ്റ്റോണിൻ്റെ മുകളിൽ നമ്മൾ വെള്ളം തളിച്ച് വെള്ളം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന റോഡ്, അതാണ് വാട്ടർ ബേസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫില്ലർ മെറ്റീരിയലായിട്ട് മണ്ണും കൂടെ ആഡ് ചെയ്യും. അപ്പോൾ മണ്ണും ഈ കല്ലും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു ബോണ്ടാക്കി മാറ്റി അതിൻ്റെ മുകളിലാണ് പേയ്മെൻറ്റ് സർഫസ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് വാട്ടർ ബേസ്ഡ് മെക്കാഡം റോഡ്. മെക്കാഡം എന്ന് പറഞ്ഞാൽ ഒരു എഞ്ചിനീയറുടെ പേരാണ്, ആ പേരിൽ നിന്നാണ് ഈ ഒരു മെക്കാഡം എന്നുള്ള പേര് കിട്ടിയത്. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഹോൾഡിങ് മെറ്റീരിയലായിട്ട്, ഓക്കെ, ഹോൾഡ് സ്റ്റോൺ, അതായിട്ട് ഫില്ലർ മെറ്റീരിയലായിട്ട് ആഡ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ റെഡ് എർത്ത് എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ സ്റ്റോൺ ഇടും, സ്റ്റോണിൻ്റെ മുകളിൽ നമ്മൾ മണ്ണിട്ട് വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റോഡ് ഉണ്ടാക്കി വരുന്നത്. അപ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫില്ലർ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ റെഡ് എർത്താണ്. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു പോർഷൻ. അതായത് ഈ ഒരു സെഷനിലെ 11th സെഷനിലെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത സെഷനിൽ നെക്സ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. നിങ്ങൾ കൃത്യമായിട്ട് നോട്ട് എഴുതിയെടുക്കുക. മുന്നത്തെ വീഡിയോകൾ കാണാത്തവരുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോകൾ കാണുക. അതിലൊക്കെ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് ഇൻഫർമേഷൻസ് അവിടെ വരുന്നുണ്ട്. ഓക്കെ, കുറേ കാര്യങ്ങൾ അവിടെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഞാൻ അവിടെ റിപ്പീറ്റ് ചെയ്യാത്തത്. അത് ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ മാത്രം കാണുമ്പോൾ ചിലപ്പം അത്ര തോന്നും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ആ ചെയിൻ്റെ കാര്യം പറഞ്ഞു, മെട്രിക് ചെയിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ അതിൽ മീറ്റർ ചെയിൻ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അല്ലേ, മീറ്റർ ചെയിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി കണ്ടേഴ്സും റവന്യൂ എഞ്ചിനീയേഴ്സും ഒക്കെ ഞാൻ തൊട്ട മുന്നത്തെ വീഡിയോസിൽ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ റിപ്പീറ്റ് ചെയ്യാത്തത്. അങ്ങനെ പല ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ നിങ്ങളെ വീഡിയോസ് കറക്റ്റായിട്ട് ആ ഒരു ഫ്ലോർ തന്നെ കണ്ടുവരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് സെറ്റ് ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.